ISL-ലെ ഏറ്റവും പുതിയ 2 ട്രാൻസ്ഫറുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ഇന്ത്യൻ ഗോൾ കീപ്പറായ ഋതിക് തിവാരിയുടെ ട്രാൻസ്ഫറാണ്. അദ്ദേഹം ഒഡീഷ FC-ലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് മാർക്കസ് മെർഗുലാഡ് റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നുണ്ട്. പേപ്പർ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും പറയുന്നു. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന റൂമറുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു താരമാണ് ഋതിക് തിവാരി. എന്നാൽ ഈ അവസാന 12 മണിക്കൂറിലാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. TG പുരുഷോത്തം ഋതിക് തിവാരിയെ വിളിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഒഡീഷയിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 24 വയസ്സുകാരനാണ് ഋതിക് തിവാരി. നേരത്തെ മോഹൻ ബഗാനിൽ നിന്നും ചെന്നൈയിൻ FC-യിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നറിയില്ല. FC ഗോവ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഒരു ഓഫറും നൽകിയിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഋതിക് തിവാരി ഒഡീഷ FC തെരഞ്ഞെടുക്കുകയായിരുന്നു. 1 വർഷത്തെ ഒരു കോൺട്രാക്ട് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് ഒരു ലോങ് ടേം ആക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷനും വച്ചിട്ടുണ്ട്. മറ്റൊരു ട്രാൻസ്ഫർ ന്യൂസ് ഐക്കർ ഗോറക്സേനയുടെയാണ്. നമുക്കറിയാമല്ലോ, FC ഗോവയിലും മുംബൈ സിറ്റിയിലും ഒക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ISL-ലെ പരിചയ സമ്പന്നനായ താരമാണ് ഐക്കർ ഗോറക്സേന. നേരത്തെ ചെന്നൈയിൻ FC-യിലേക്ക് അദ്ദേഹം പോകുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. 1 വർഷത്തെ ഒരു കോൺട്രാക്ട് ആണ് ഐക്കർ ഗോറക്സേനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവസാനമായിട്ട് അദ്ദേഹം ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പെർസിയാബ് ജപ്പാര എന്നായിരുന്നു ക്ലബിന്റെ പേര്. എന്തായാലും ഐക്കർ ഗോറക്സേന അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിനായിട്ട് കളിക്കും. ഇതാണ് ഏറ്റവും പുതിയ 2 ട്രാൻസ്ഫർ ന്യൂസുകൾ.